ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിച്ച് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാൻ ഒരു നല്ല പ്രഭാതം നമുക്ക് കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 18-19 വാക്യം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. 19-ാം വാക്യം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു വാഗ്ദത്തം കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തന്നതിനായി കർത്താവിനെ സ്തുതിക്കാം. നോക്കൂ, ദൈവം പറയുകയാണ്, സമീപസ്ഥർക്ക് മാത്രമല്ല, ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, അങ്ങ് ദൂരെ നിൽക്കുന്നവർക്കും ഞാൻ സൗഖ്യവും സമാധാനവും വരുത്തും. ഇത്ര നല്ലൊരു വാഗ്ദത്തം ഒരിടത്തും നമുക്ക് ലഭിക്കുകയില്ല. നമ്മുടെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും, നാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവർക്കും അവരിൽ നിന്നും, നാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ആരിൽ നിന്നും ലഭിക്കാത്തതായ അത്യുന്നതമായ ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം എൻ്റെ അടുത്ത് നിൽക്കുന്നവരോട്, എന്നെ പ്രസാദിപ്പിക്കുന്നവരോട്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളവരോട്, എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രമല്ല ദൈവത്തിന് സംസാരിക്കുവാനുള്ളതെന്ന് ദൈവം പറയുകയാണ്. എന്നെ വിട്ടങ്ങ് ദൂരെ പാർക്കുന്ന, എനിക്കിഷ്ടമില്ലാതെ എന്നെ വെറുപ്പിക്കുന്ന, എന്നെ ദുഃഖിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനങ്ങൾ അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടും കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം പറയുകയാണ്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കറിയാം, നമ്മുടെ നാടും നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ ഈ നാളുകളിൽ അനേകം ദുരന്തങ്ങളെ കണ്ടുകൊണ്ട് മനുഷ്യർ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ അനേകം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരും സങ്കടവും ദുഃഖവും താങ്ങാനാകാത്ത പ്രയാസങ്ങളും ഓരോരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ജീവിതങ്ങളെയും സമൂഹങ്ങളെയും ദേശങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു കൂട്ടം മനുഷ്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും, ഞാൻ നിങ്ങളെ വീണ്ടും ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്ന വാഗ്ദത്തത്തിൽ ഒരു പ്രത്യേകമായ വാക്ക് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അധരം പ്രസ്താവിക്കുന്നത് എന്തോ, ഞാൻ അതിൻ്റെ ഫലം സൃഷ്ടിക്കും. നമ്മുടെ ശ്രദ്ധയ്ക്കായി ഒരു ഉദാഹരണം പറയട്ടെ. ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു ഭവനത്തിൽ ചെല്ലുകയുണ്ടായി. ആ ഭവനത്തിൽ ചെന്നപ്പോൾ രോഗിയായ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആ രോഗിയായ മനുഷ്യൻ വളരെ കാലമായി കഷ്ടപ്പെടുകയാണ്. പല രോഗങ്ങളും പ്രയാസങ്ങളും ആ ഭവനത്തിലുണ്ട്, അസ്വസ്ഥതകളുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. ആർക്കും പരിഹരിക്കാനൊക്കാത്ത വിഷയങ്ങൾ കൊണ്ട് ദുഃഖിതരായി കഴിയുന്ന ഒരു ഭവനം. ദൈവത്തിൻ്റെ ദാസൻ അവിടെ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം വിശ്വാസത്തോടുകൂടെ പല വാഗ്ദത്തങ്ങളും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. രോഗിക്ക് കർത്താവ് അത്ഭുതകരമായ വിടുതൽ കൊടുക്കും എന്ന് ആ ദൈവദാസൻ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടെ താൻ പ്രസ്താവിക്കുകയുണ്ടായി. അതിനുശേഷം തൻ്റെ പ്രാർത്ഥനയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, കർത്താവേ, അവൾ റാങ്ക് വാങ്ങിച്ച് പാസ്സാകുവാൻ സഹായിക്കണമേ. ഇതൊക്കെ കേട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ദൈവ നിയോഗം എന്ന വണ്ണം ആ ദൈവദാസൻ അവിടെ പ്രാർത്ഥിച്ചിട്ടും മടങ്ങിപ്പോരുന്നപ്പോൾ കൂടാരത്തെങ്കിൽ സാറ ചിരിച്ചതുപോലെ അവിടുത്തെ വീട്ടമ്മ, ആ മാതാവ് ഹൃദയത്തിൽ ചിരിച്ചു. എത്ര പേര് വന്ന് എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഈ മനുഷ്യനൊരു വിടുതലും കിട്ടാൻ പോകുന്നില്ല, ഈ മനുഷ്യൻ എഴുന്നേൽക്കാൻ പോകുന്നില്ല എന്ന് ഭർത്താവിനെക്കുറിച്ച് ആ സഹോദരി പറയുകയുണ്ടായി. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആ സഹോദരി മാതാവ് ഇങ്ങനെ പറഞ്ഞു, ഇവൾ ആരെല്ലാം പ്രാർത്ഥിച്ചാലും പുസ്തകം എടുത്ത് നോക്കിയിട്ട് വേണ്ട ഇവൾ പാസ്സാകാൻ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇവൾക്ക് എവിടെ റാങ്ക് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ അവിശ്വാസത്തിൻ്റെ വാക്ക് ആ മാതാവ് ഒരു ഫലിതം എന്നോണം ആ ദൈവദാസൻ പോയതിനു ശേഷം
ആ ഭവനത്തിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ മാതാവിനോട് ഇടപെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ചോദിച്ചു, ഞാൻ നിൻ്റെ മധ്യേ ചെയ്യുവാൻ പോകുന്ന അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നീ അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞതെന്ത്? ദൈവത്തിന് സ്തോത്രം. ആ രാത്രിയിൽ കണ്ണുനീരോടുകൂടി ആ മാതാവ് ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. ദൈവത്തോട് ഓരോന്നോരോന്നായി അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞത് അവൾ ഏറ്റുപറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും അവരോട് സംസാരിച്ചു. നിങ്ങൾ അവിശ്വാസത്താൽ സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് ശത്രു നിങ്ങൾക്ക് വേണ്ടി ദൈവം കൊണ്ടുവരുന്നതായ നന്മകളെ ഓരോന്നോരോന്നായി നിങ്ങളുടെ അധരത്തിൻ്റെ ഫലം അവിടെ വിപരീതമായി നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ ലഭിച്ചു എന്നുള്ളതായ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നമുക്കത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ലഭിക്കുമ്പോൾ ദൈവം അത് ചെയ്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് അത് ഉത്തരം അരുളിയിട്ടുണ്ട്. തൻ്റെ സമയത്ത് അവനത് നിർവഹിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ വായിച്ചത്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നിൻ്റെ നാവ് കൊണ്ട് നീ പറയുന്നതായ വിശ്വാസത്തിൻ്റെ വാക്ക് അത് അക്ഷരികമായി അത് സംഭവിക്കും. വിശ്വാസത്തോടു കൂടി നീ ഉച്ചരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയൊരു പ്രസംഗത്തിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും ആവശ്യമില്ല. വലിയ ഒത്തുവാക്യങ്ങളുടെ ഒരു പ്രസ്താവനകളൊന്നും അവിടെ ആവശ്യമില്ല. നിൻ്റെ കാര്യങ്ങൾ ഓരോന്നായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോന്നോരോന്നായി ഡെഫിനറ്റായിട്ട് ദൈവത്തോട് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്തി നീ സംസാരിക്കുമ്പോഴാണ് അത് നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ധാരാളം വാഗ്ദത്തം ദൈവം കൊടുത്തു. അബ്രഹാം വാഗ്ദത്തങ്ങളെല്ലാം കേട്ടുകൊണ്ട് കൂടാരത്തിൻ്റെ അകത്തിരുന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു. എപ്പോഴാണ് ദൈവം ചെയ്യാൻ പോകുന്നത്? ഈ ദൈവം പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അബ്രഹാമിനെ വിളിച്ച്, അബ്രഹാമേ, നീ എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടാരത്തിനകത്തിരിക്കുന്നു. അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, യു കം ഔട്ട് ഓഫ് ദ ടെൻറ്റ്. നീ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരിക. അബ്രഹാം ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവത്തിൻ്റെ ദൂതനെ വിളിക്കുന്ന വിളി കേട്ടു. പുറത്തു വന്നപ്പോൾ ദൂതൻ അബ്രഹാമിനോട് പറഞ്ഞു, നീ മുകളിലോട്ട് നോക്കൂ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ? കടൽക്കരയിലെ മണൽ തരികളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ? എന്നാൽ നിനക്കെണ്ണിക്കൂടാതെ വണ്ണം നിൻ്റെ സന്തതിയും നിൻ്റെ തലമുറകളെ ഞാൻ ഈ ദേശത്ത് വർദ്ധിപ്പിക്കും. അവർക്ക് ഈ ദേശം ഞാൻ സ്വന്തമായിട്ട് കൊടുക്കും. നോക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ വാക്കുകളുടെ അതര ഫലത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നാം നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ശത്രു ആ വാക്ക് കേട്ടുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന നന്മകളെയൊക്കെയും ആ ശത്രു തടസ്സം ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അദൃശ്യമായ എതിരാളികളെ നിൻ്റെ വാക്കുകളുടെ മുൻപിൽ നിനക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഈ പ്രഭാതത്തിൽ പറയുന്നത്, ദൈവസന്നിധിയിൽ നീ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിൻ്റെ രോഗത്തിന് വേണ്ടി, നിൻ്റെ ദാരിദ്ര്യത്തിന് വേണ്ടി, നിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, നിൻ്റെ പ്രതിസന്ധികൾക്ക് വേണ്ടി, നിൻ്റെ ബലഹീനതകൾക്ക് വേണ്ടി പല വിഷയങ്ങളിൽ നീറിപ്പുകയുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വാക്കുകളൊക്കെയും പോസിറ്റീവായിരിക്കണം. ലഭിച്ചു, ദൈവം അതിന് ശക്തൻ, കർത്താവേ എനിക്കിത് ആവശ്യം, നീ എനിക്ക് തന്നതിനായി സ്തോത്രം എന്നിങ്ങനെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളൊരു ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുമ്പോൾ, സ്തുതിക്കുമ്പോഴാണ് ഓരോരോ തടസ്സങ്ങൾ നിൻ്റെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്നതായ അനേക കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാനുള്ളതായ വലിയൊരു പെരുവഴി ദൈവാത്മാവിനായി തടസ്സങ്ങൾ നീക്കി തുറക്കപ്പെടുന്നത്. ഇല്ലായെങ്കിൽ നിൻ്റെ നാവുകൾ നന്മകളെ മുടക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നിന്നിൽ കൂടെ നടപ്പാക്കുവാൻ, നിൻ്റെ കുഞ്ഞുങ്ങളിൽ കൂടെ നടപ്പാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൂടാരത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് പിറുപിറുക്കുന്ന സ്വഭാവം അതല്ല. നീ വിശ്വാസത്തോടു കൂടി സംസാരിക്കുക. സാറയോട് ദൈവത്തിൻ്റെ ദൂതൻ ചോദിച്ചു, നീ ചിരിച്ചത് എന്തുകൊണ്ട്? ദൈവത്തിന് സ്തോത്രം. സാറ തൻ്റെ കുറവിനെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം തൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയം അവളോട് അറിയിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ദൈവം തരുന്നതായ മറുപടിയുടെ ആ സാക്ഷാത്കാരം കാണുവാൻ നമ്മുടെ വാക്കുകൾ, അധരത്തിൻ്റെ ഫലം പോസിറ്റീവായിരിക്കണം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഐ വിൽ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ലീവ്സ്.
ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ നിൻ്റെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ നിൻ്റെ വാക്കുകൾ അതരഫലം എപ്പോഴും പോസിറ്റീവായി ലഭിച്ചു എന്നുള്ളത്, ദൈവത്തോട് ശത്രുവിനോട് നീ എതിർത്ത് നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവം നിനക്ക് തരുവാൻ ശക്തൻ എന്നുള്ളതായ വിശ്വാസം നിന്നിൽ കൂടെ അത് പ്രവർത്തിക്കുമ്പോൾ ദൈവം നിനക്ക് നിൻ്റെ പ്രാർത്ഥനകൾക്ക് സങ്കടങ്ങൾക്ക് ഉത്തരം തരും. ഇന്ന് വായിച്ചതായ വേദഭാഗം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. സമീപസ്ഥനും ദൂരസ്ഥനും ഞാൻ സമാധാനം സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ സമാധാനവും സൗഖ്യവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും നിൻ്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ ഈ വചനങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.